നമസ്കാരം. കൊടുങ്ങല്ലൂരിൻ്റെ രാഷ്ട്രീയ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. കാർഷിക നഗരിയായ കൊടുങ്ങല്ലൂരിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ എങ്ങനെയെന്ന് പരിശോധിക്കാം. കെ കരുണാകരൻ്റെ തട്ടകമായിരുന്ന മാളയിലെ 7 പഞ്ചായത്തുകളിൽ 6ഉം കൊടുങ്ങല്ലൂർ നഗരസഭയും ചേർന്ന കൊടുങ്ങല്ലൂരിൽ 10 വർഷമായി കൊടി പാറിക്കുന്നത് ഇടതുപക്ഷമാണ്. BJPയുടെ മുന്നേറ്റത്തോടെ ശക്തമായ ത്രികോണ മത്സരമാണ് മണ്ഡലത്തിൽ ഇക്കുറി നടക്കുന്നത്. ആളൂർ പഞ്ചായത്തിനെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിനൊപ്പം ചേർത്ത് പൊയ്യ, അന്നമനട, കുഴൂർ, മാള, പുത്തൻചിറ, വെള്ളാങ്കല്ലൂർ എന്നിവ കൊടുങ്ങല്ലൂരിനോടും ചേർത്താണ് 2011 മണ്ഡല പുനർനിർണയം നടത്തിയത്. തുടർന്ന് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി TN പ്രതാപൻ ജയിച്ചു. 10 വർഷമായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് മണ്ഡലം. CPIയുടെ VR സുനിൽകുമാർ തന്നെയാണ് ഇക്കുറിയും സ്ഥാനാർത്ഥി. കടുത്ത മത്സരമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് പരീക്ഷണത്തിന് പോലും പാർട്ടി മുതിരാതിരുന്നത്. വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് സുനിൽകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. കാര്യമായ അട്ടിമറികൾ ഉണ്ടാകില്ലെന്നും ഇടതുപക്ഷം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് സുനിൽകുമാർ പ്രതീക്ഷിക്കുന്നു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ശ്രീ VR സുനിൽകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സർ. നമസ്കാരം. നമ്മൾ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ സാറിൻ്റെ പദ്ധതികളെ എങ്ങനെ നോക്കിക്കാണുന്നു? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് 1333 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞ എന്നുള്ള സർക്കാരിൻ്റെ ഭാഗമായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. 10 വർഷക്കാലം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ഈ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ മുക്കും മൂലയിലും അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാനും ഏത് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും പ്രളയ കാലഘട്ടത്തിലും അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിലൊക്കെ തന്നെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു സഹകരണത്തോടു കൂടി തന്നെ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ നല്ല അനുഭവങ്ങൾ തന്നെയാണ് ഈ വികസന പ്രവർത്തനത്തിൻ്റെ മാതൃകയായിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു കരുത്ത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ ഏത് വിഷയങ്ങൾ ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കാനുമുള്ള ഒന്നായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രതിപക്ഷം ഇതിനെ വിമർശിക്കുന്നുണ്ട്. പാഴായിപ്പോയ 10 വർഷങ്ങൾ എന്ന രീതിയിലാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ആ ഒരു വിമർശനത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ നല്ല രീതിയിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പ്രതിപക്ഷത്തിൻ്റെ കടമ എന്ന് പറയുന്നത് നമ്മളെ വിമർശിക്കുക എന്നുള്ളത് തന്നെയാണ്. നേരായ വഴിക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അത് നമ്മളെ പലപ്പോഴും നമ്മുടെ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒന്നായിട്ട് കാണാൻ കഴിയും. പക്ഷേ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷക്കാലം എന്ന് പറയുന്നത് ഏറ്റവും സുവർണ കാലഘട്ടമായിട്ട് തന്നെ വിശേഷിപ്പിക്കാൻ VR സുനിൽകുമാർ MLA എന്നുള്ള രീതിയിലല്ല, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും നല്ല രീതി ഏത് മേഖലയെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ആരോഗ്യ മേഖലയിലാണെങ്കിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആസ്പത്രിയും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള മാള ഹോസ്പിറ്റലും ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കുകയും ഇവിടുത്തെ PHC മുതലുള്ള താലൂക്ക് ആസ്പത്രി വരെയുള്ള ഓരോ ഘടകങ്ങളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെൻറ് ആസ്പത്രിയിൽ നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആസ്പത്രിയിൽ 15 കോടി രൂപയിൽ അധികമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ സമ്പൂർണ്ണമാക്കപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അവസാന സമയത്ത് പോലും സൂപ്രണ്ട് എന്താണ് വേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം 2.5 കോടി രൂപ ഇനി അതിൻ്റേതായിട്ടുള്ള പൂർണ്ണതയിലേക്ക് വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2.5 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ടാണ് താലൂക്ക് ആസ്പത്രി നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആസ്പത്രിയുടെ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ളത്. എന്താണ് അവിടെ ആവശ്യകത എന്ന് വെച്ചാൽ അത് സമ്പൂർണ്ണമാക്കപ്പെട്ടിട്ടുള്ള രീതിയിലേക്ക് പ്രൊസീഡിങ്സാണ്, നടപടിക്രമങ്ങളാണ് പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർത്തീകരിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഡെൻ്റൽ ഹോസ്പിറ്റലുണ്ട്, മാമോഗ്രാമുണ്ട്, ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലേക്ക് സാധാരണപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലേക്ക് 1500-2000 പേരാണ് ഇന്ന് ഗവൺമെൻറ് ആസ്പത്രിയിലേക്ക് വരുന്നത് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. 15 കോടി രൂപയിലധികം അവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 60 കോടി രൂപയാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഒറ്റ ഗവൺമെൻറ് സ്കൂളുകൾ വിദ്യാലയങ്ങൾ പോലും ഫണ്ടുകൾ അനുവദിക്കപ്പെടാത്തതും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടാത്തതുമായിട്ടുള്ള ഒരു വിദ്യാലയവും ഇന്ന് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ പ്രതിപക്ഷം ആരോപിക്കുന്ന രീതിയിൽ ആ വിദ്യാലയങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ വിദ്യാലയങ്ങൾക്കും ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളുകൾ പോലും ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇൻഡോർ സ്റ്റേഡിയം KKTM കോളേജിലെ ഇൻഡോർ സ്റ്റേഡിയവും അതുപോലെ തന്നെ വലിയറമ്പ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉൾപ്പെടെ എല്ലാം സജ്ജമാക്കുന്ന രീതിയിൽ അന്നമനട ടർഫ് ഇതെല്ലാം തന്നെ ഗ്രൗണ്ടുകളുടെ കാര്യത്തിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കെല്ലാം തന്നെ കളിക്കാവുന്ന രീതിയിലേക്ക് വിദ്യാലയത്തെയും സജ്ജമാക്കുന്ന നടപടിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. റോഡുകളെടുത്ത് പരിശോധിക്കട്ടെ. ഏത് 1-2 റോഡുകൾ ഒഴികെ എല്ലാം തന്നെ BMBC ആക്കത്തക്ക രീതിയിലേക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണക്കാരൻ്റേതായിട്ടുള്ള ഇടമായിട്ടുള്ള എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? കയറിക്കിടക്കാനുള്ള ഒരു വീട് എന്നുള്ളത് ഒരു പാവപ്പെട്ടവൻ്റെ ഏറ്റവും വലിയ സങ്കല്പമായിട്ട് തന്നെയാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം തന്നെ ഒരു ചിന്തയാണ്. അത് എല്ലാ കാലത്തുമുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ്. അതിനനുസൃതമായിട്ട് തന്നെയാണ് 12ഓളം വീടുകൾ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിലുള്ള കനാൽ ബേസ് എന്ന സ്ഥലത്ത് ഓലമേഞ്ഞ് ഞാൻ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന വളരെ ചെറുതായിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആ കനാൽ ബേസിലെ 12 ഓലമേഞ്ഞ വീടുകളിൽ കിടന്ന് ഒറ്റമുറിയിൽ കിടന്നുറങ്ങിയിട്ടുള്ള ആ കുടുംബാംഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് 1 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് ഫ്ലാറ്റ് സമുച്ചയം പണിത് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അത്രയും നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആഗ്രഹമായിട്ടുള്ളത്. അത് അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് മുസ്ലിം പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വിഷയങ്ങളുമാണ് ഇതെല്ലാം തന്നെ. പൈതൃകത്തെ സംരക്ഷിക്കുക, അത് വിദേശ രാജ്യങ്ങളിലും ഇവിടെ ഉള്ള നമ്മുടെ കുട്ടികൾക്കുമെല്ലാം തന്നെ പഠിക്കാനും അതെല്ലാം പഠിക്കുകയും അതിൻ്റെ ഇന്നലെകളുടെ ചരിത്രം എന്തായിരുന്നു എന്ന് പൊതുസമൂഹത്തെയും അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ KP രാജേന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോൾ തുടക്കം കുറിച്ച മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് 24 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ പൂർണ്ണമായിട്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന് 7 കോടി രൂപ ചെലവഴിക്കുകയും അതുപോലെ തന്നെ പണി പൂർത്തീകരിക്കപ്പെടാത്തതുമായിട്ടുള്ള പദ്ധതികളുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ ഒരു 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവർത്തന നടപടികൾ, അതോടൊപ്പം ഇന്ന് നമ്മുടെ സിനഗോഗ് ശ്മശാനം ഉൾപ്പെടെ 24 കോടി രൂപയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഏറെ വിവാദങ്ങളുണ്ടായിട്ടുള്ള ഈ സിനഗോഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അത് തീർച്ചയായിട്ടും ആ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും അത് പുരാവസ്തുവുമായിട്ട് ചർച്ച ചെയ്യുകയും അവരുടെ അനുമതി കൂടാതെ അത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള ചർച്ചകളെ പുറത്തെടുക്കുമ്പോഴും അതിന് പൂർണ്ണമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനെ അനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് പ്രചരണം നടത്തുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തവണ ഒരു കേരളത്തിൽ UDF അനുകൂല തരംഗമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു 3ാം പിണറായി സർക്കാരിനൊരു സാധ്യത കാണുന്നുണ്ടോ? സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, മതേതരത്വത്തെ ചേർത്ത് പിടിച്ച നാം മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്. ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങൾ വർഗീയ ലഹളകൾ നടന്നുകൊണ്ടിരിക്കുക. ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഒറ്റ വർഗീയ ലഹളകളും ഇല്ലാത്തൊരു സംസ്ഥാനമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
ഇത് തന്നെയാണ് ജീവിക്കാനുള്ളൊരു അവകാശം തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അവകാശമായിട്ട് കാണുന്നത്. അത് നൽകുന്ന ഏക സംസ്ഥാനം ഏത്? അത് ഈ കൊച്ചു കേരളം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മതേതരത്വത്തെ ചേർത്ത് പിടിക്കാൻ ഈ കേരളത്തിലെ ജനത തയ്യാറാണ്. അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു ഗവൺമെൻറ്, സ്ത്രീ സമൂഹത്തെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഗവൺമെൻറ്, കൊച്ചുമക്കളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഗവൺമെൻറ്, വയോജനങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു ഗവൺമെൻറ്, അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വിജയം. 3-ാം ഘട്ടത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ നന്ദി. വളരെ തിരക്കുള്ള സമയമാണ്. ഈ പ്രചരണ വേളയിലും ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. കോൺഗ്രസിൽ തൃശൂർ ജില്ലയിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. നിരവധി സമരങ്ങളിലൂടെ ഉയർന്നു വന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ OJ ജനീഷാണ് സ്ഥാനാർത്ഥി. സ്വന്തം മണ്ഡലത്തിനൊപ്പം സമുദായ സമവാക്യവും പാലിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ചെറുപ്പത്തിന്റെ പ്രസരിപ്പും പാലിയേക്കര ടോൾ വിഷയത്തിലടക്കം നടത്തിയ ഇടപെടലും വോട്ടാക്കി മാറ്റാമെന്ന് കോൺഗ്രസും UDFും കണക്കാക്കുന്നു. 10 വർഷത്തെ വികസന മുരടിപ്പാണ് കോൺഗ്രസ് ആയുധമാക്കുന്നത്. പാളിപ്പോയ പദ്ധതികൾ അക്കമിട്ട് വിശദീകരിച്ചാണ് OJ ജനീഷിന്റെ പടയൊരുക്കം. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് OJ ജനീഷ് മീഡിയ ടൈമിനൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമ്മുടെ ലീഡറുടെ മണ്ണാണ് കൊടുങ്ങല്ലൂർ. അപ്പം TN പ്രതാപൻ ഒഴിച്ച് മറ്റാരും ഇതുവരെ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടില്ല കൊടുങ്ങല്ലൂരിൽ. ഇത്തവണത്തെ വിജയ സാധ്യത എത്രത്തോളമാണ്? കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന 4ാമത്തെ തെരഞ്ഞെടുപ്പാണ്. പുതിയതായ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം പഴയ മാളയും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും മാത്രം കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു അസംബ്ലിയാണ്. ആദ്യ തെരഞ്ഞെടുപ്പിൽ 9,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ശ്രീ TN പ്രതാപൻ വിജയിച്ചു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ഈ നിയമസഭാ മണ്ഡലം നഷ്ടപ്പെട്ടുവെങ്കിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചുപിടിക്കും. വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളും ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളൊക്കെ പിന്തുണയ്ക്കുന്നത്. പാഴായ 10 വർഷങ്ങൾ എന്ന പ്രചരണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് എന്താണ് കാണുന്നത്? പാഴായിപ്പോയ 10 വർഷം എന്ന് പറഞ്ഞത് TN പ്രതാപൻ MLA ആയിരുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പ് UDFൻ്റെ MLAമാർ മാളയുടെ MLAമാരായിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പ് LDFൻ്റെ MLAമാർ പഴയ കൊടുങ്ങല്ലൂരിൻ്റെ MLAമാരായിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിലുമൊക്കെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലും പഴയ മാളയിലും തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളും പുതിയ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിനകത്ത് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളും ഒന്നുപോലും പൂർത്തീകരിക്കപ്പെട്ടില്ല. ആ കാലഘട്ടങ്ങളിലുണ്ടായ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. പൊയ്യയിലെ ചക്ക ഫാക്ടറി TN പ്രതാപൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഇന്നത് അടച്ചുപൂട്ടി കിടക്കുകയാണ്. കൊഴൂരിലെ കോഴിത്തിട്ട ഫാക്ടറി ലീഡറുടെ കാലഘട്ടം മുതൽ ആരംഭിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിന് പൂർത്തീകരണം ചെയ്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് മെഷീനറീസ് കൊണ്ടുവന്ന് കൺവെയർ സ്ഥാപിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടാണ് TN പ്രതാപൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് സമർപ്പിച്ചത്. ആ സ്ഥാപനം ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ മാളയിൽ തന്നെ കാണുന്ന സിനഗോഗ് മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയതാണ്. ഇന്ന് മാളയിൽ അതൊരു നീല ടർപ്പായി കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പുതിയ തൊഴിലധിഷ്ഠിതമായ പദ്ധതികളൊന്നും കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചില്ല. ഈ നാടിൻ്റെ വികസന പ്രവർത്തനം ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ജനങ്ങൾക്ക് പോലും 15 ദിവസം കൂടുമ്പോൾ മാത്രമാണ് കുടിക്കാൻ വെള്ളം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ നാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം പാഴായിപ്പോയി എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതിനൊരു പരിഹാരം ഉണ്ടാകണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം തന്നെ ഈ വികസന പ്രശ്നങ്ങളാണ്. അത് വികസന പ്രവർത്തനങ്ങൾ പോരാ എന്ന് പറഞ്ഞ് വിമർശിക്കുക മാത്രമല്ല ബദലായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ തന്നെ സംഘടിപ്പിച്ച കോൺക്ലേവിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്താണ് നടപ്പാക്കേണ്ടത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വികസന രേഖ ഉൾപ്പെടെ ഞങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇരുട്ടിൽ തപ്പേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നാടിൻ്റെ വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. വിജയിച്ചാൽ കൊടുങ്ങല്ലൂരിലേക്ക് നൽകുന്ന വികസന പദ്ധതികൾ ഏതൊക്കെയായിരിക്കും? ഏറ്റവും ആദ്യം പ്രഥമ പരിഗണന നൽകി പൂർത്തീകരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് ആദ്യ പരിഗണന കൊടുക്കുക. മാത്രമല്ല ഇവിടെ പൂട്ടിക്കിടക്കുന്ന പല സ്ഥാപനങ്ങളും ലീഡർഷിപ്പ് നാഗരൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ചതുമായ സ്ഥാപനങ്ങൾ പലതും പൂട്ടിക്കിടക്കുകയാണ്. അതെല്ലാം തുറന്ന് പ്രവർത്തിക്കുകയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിശ്രമം ഉണ്ടാകണം. മാളയിലും പരിസര പ്രദേശങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ ഒരുപാട് വികസന മുരടിപ്പുണ്ട്. അതിനൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ്. കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. അത് ഭരണമാറ്റം ഉണ്ടാകും. അടുത്ത സർക്കാർ UDFൻ്റെ സർക്കാരായിരിക്കും. അത് മാറ്റമില്ലാത്ത കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ചൂടിലും ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. NDAയുടെ ഘടകകക്ഷിയായ 2020-ക്കാണ് സീറ്റ്. എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് വിദഗ്ധൻ ഡോക്ടർ വർഗീസ് ജോർജാണ് സ്ഥാനാർത്ഥി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം തന്നെയാണ് പ്രതീക്ഷ. ഇടതുമുന്നണി ഭരണം പിടിച്ചെങ്കിലും NDA രണ്ടാമതെത്തി. കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്കും പോയി.
BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മുൻകൂട്ടി പ്രചാരണം തുടങ്ങിയെങ്കിലും അവസാന നിമിഷം ഗുരുവായൂരിലേക്ക് മാറേണ്ടി വന്നു. അതൊരു ഡീലല്ലെന്നും 2020യുടെ കിഴക്കമ്പലം പോലുള്ള വികസന മാതൃകകൾ ഇവിടെ നടപ്പാക്കാൻ കഴിയുമെന്നും വർഗീസ് ജോർജ് പ്രത്യാശ പ്രകടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീ വർഗീസ് ജോർജാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് നമ്മുടെ വിജയപ്രതീക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ? നല്ല വിജയപ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ അവരോട് പറയുന്നതും അതുതന്നെയാണ്. ഇന്ന് വരെ കൊടുങ്ങല്ലൂർ കാണാത്ത ഒരു രാഷ്ട്രീയമാണ് ഞാൻ ഇവരായിട്ട് സംസാരിക്കുന്നതും ഇവർക്ക് കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത് അതുതന്നെയാണ്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ 2020 സ്ഥാനാർത്ഥിയുടെ വരവ് ഒരു LDFും UDFും ഒരു ഡീൽ ആരോപണമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കാണുന്നത്? ഇതിനെങ്ങനെയാണ് ഡീൽ വരുന്നത്? ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ജയിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ ഡീൽ ചെയ്തിട്ട് ഞങ്ങളെ ജയിപ്പിക്കാനാണ് അവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എനിക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ തോൽക്കാനല്ല നിൽക്കുന്നത്, ജയിക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഇനി അത് അവരോട് ചോദിക്കണം, അവരിൽ ആരെങ്കിലും ഞങ്ങൾക്ക് തോറ്റു തരാൻ തയ്യാറാണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ഡീലായിട്ട് തന്നെ അവർ പറയുന്നതിൽ എനിക്ക് തെറ്റു തോന്നുന്നില്ല. ഒരു BJP സ്ഥാനാർത്ഥി ഇല്ലാത്തത് മൂലമായിരിക്കും അവരൊരു ഡീലാണെന്ന് ആരോപിക്കാനുള്ള കാരണം? അതങ്ങനെ ഘടകകക്ഷികൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കണമല്ലോ. അപ്പോൾ അവർ ഘടകകക്ഷി നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഡീലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഘടകകക്ഷി എന്ത് ചെയ്യും? ഇതെല്ലാം ഒരു ഭയം അകത്ത് വരുമ്പോൾ കരുതേച്ച് കാണിക്കാനായിട്ട് എൻ്റെ പേരിൽ ചാർത്തിത്തരാൻ അഴിമതിയോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് തേടി പിടിക്കേണ്ടി വരുന്നു. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കൊടുങ്ങല്ലൂർ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തുടർച്ചയായി 10 വർഷം LDF ഭരിച്ചിരുന്നു. അപ്പോൾ ഇനിയുള്ള ഒരു മാറ്റം, ഒരു ഭരണമാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷയല്ല, ഉറപ്പാണ്. കാരണം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വരെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കാണാത്ത ഒരു രാഷ്ട്രീയമാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് അഴിമതി ഇല്ലാത്ത രാഷ്ട്രീയം, വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം, പാവങ്ങളുടെ കണ്ണുനീര് കണ്ടാൽ തലതിരിച്ച് നടക്കാത്ത രാഷ്ട്രീയം, അനാവശ്യമായി കെട്ടിടങ്ങൾ പണിത് ഉദ്ഘാടനങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാത്ത ഒരു രാഷ്ട്രീയം, മതം നോക്കിയിട്ട് സേവനം കൊടുക്കുന്ന അതല്ലാത്തൊരു രാഷ്ട്രീയം, അല്ലെങ്കിൽ ജാതി നോക്കിയിട്ട് സേവനം കൊടുക്കുന്നതല്ലാത്തൊരു രാഷ്ട്രീയം, രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചിട്ട് സേവനം കൊടുക്കാത്ത രാഷ്ട്രീയം. അതായത് എൻ്റെ പാർട്ടിക്കാർക്ക് മാത്രമേ ഞാൻ സേവനം കൊടുക്കൂ എന്നുള്ളതല്ല. ഞാൻ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നു, അത് ഏത് പാർട്ടിക്കാരനാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരിൽ പലരും പല പാർട്ടിക്കാരായിരുന്നു. ഞാനായിട്ട് സമ്പർക്കം വെച്ച് ഞാൻ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇന്ന് അവരെൻ്റെ കൂടെ നിൽക്കുന്നു. അത് കാരണം ഞാൻ പാർട്ടി ചോദിക്കാറില്ല ആരോടും, ഇന്നേ വരെ ചോദിച്ചിട്ടില്ല, ഇനിയും ചോദിക്കില്ല. അപ്പോൾ ആ ഒരു പുതു രാഷ്ട്രീയം കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കൊടുങ്ങല്ലൂരിൽ NDA മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയം എന്തൊക്കെയാണ്? ഇവിടെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ വികസനം ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ, നമ്മുടെ വെള്ളാങ്കല്ലൂർ ഞാൻ പോയി കണ്ടതില്ലേ, 300 ഏക്കർ തരിശ് ഭൂമി, അത് പാടശേഖരം 300 ഏക്കർ തരിശായിട്ട് കിടക്കുക, 35 കൊല്ലം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് മുന്നണികളിലും ആരതിൻ്റെ ഉത്തരവാദിത്തം എടുക്കും? ഈ രണ്ട് മുന്നണികളും ഭരിച്ചു പോയതാണല്ലോ. സംസ്ഥാനവും ഭരിച്ചു, ഇവിടെ MLA-മാരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആരെടുക്കും? അത് കൊടുങ്ങല്ലൂരും ഇരിഞ്ഞാലക്കുടയും ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പാടശേഖരം 600 ഏക്കറാണ്. 600 ഏക്കർ 35 കൊല്ലം കൃഷി ഇറക്കാതെ കിടക്കുമ്പോൾ എത്ര കുടുംബങ്ങൾ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ടെന്നൊന്ന് ആലോചിക്കണം. എന്നാൽ ഇതിൻ്റെ മൂലകാരണം എന്താണെന്നറിയോ? ഉപ്പുവെള്ളം കയറുന്നു. അപ്പോൾ ഉപ്പുവെള്ളം കയറാതെ ചീപ്പ് ഡാമുകൾ വയ്ക്കാൻ ഇവർക്ക് എന്താണ് ബുദ്ധിമുട്ട് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള ടെമ്പററി മണ്ണ് പൊത്തിയിട്ടുള്ള ഡാം കെട്ടാനും പൊട്ടിക്കാനും ഈ പറയുന്ന 3-4 പഞ്ചായത്തുകാർ എല്ലാ കൊല്ലം 6 ലക്ഷം 7 ലക്ഷം എഴുതിയെടുത്തിട്ട് അതിലെ മെമ്പർമാർ വീതിച്ചെടുക്കുന്നു. അവർക്ക് അവരുടെ സ്വന്തം വരുമാനമായി കിട്ടുന്ന 5 ലക്ഷം 6 ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഈ 600 ഏക്കർ ഇത്രയും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് അവിടെ തരിശായിട്ട് കിടക്കുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ വരുന്ന രാഷ്ട്രീയം 2020 രാഷ്ട്രീയമാണ്. അവിടെ വന്ന് നോക്ക്, 1000 ഏക്കർ പാടശേഖരമാണ് പഞ്ചായത്ത് എടുത്ത് കൃഷി ചെയ്ത് ജനങ്ങൾക്ക് തുച്ഛ വിലയ്ക്ക് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് വരെ കൊടുങ്ങല്ലൂർ കാണാത്ത രാഷ്ട്രീയം ഇവർ കാണും. ആ പറഞ്ഞ പാടശേഖരത്തിൽ ഞങ്ങൾ കൃഷി ഇറക്കും. അതേപോലെ തന്നെ പൊയ്യയിലെ ഐസൊലേഷൻ വാർഡ് ഗവൺമെൻറ് ആശുപത്രിയിൽ കെട്ടിയിട്ടുണ്ട്. ഈ ഐസൊലേഷൻ വാർഡ് പുതിയതായിട്ട് കെട്ടുമ്പോൾ തന്നെ ആ ക്യാമ്പസിൽ ഇഷ്ടംപോലെ വേറെ ബിൽഡിങ്ങുകൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഐസൊലേഷൻ വാർഡ് കെട്ടി അതിന് ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഇലക്ട്രിസിറ്റിയും ഇല്ല, ഒന്നുമില്ല, അത് മുഴുവൻ കാട് പിടിച്ചിപ്പോഴും കിടക്കുന്നു. അതായത് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതാണ് വികസനം എന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ ഉള്ളത്. കെട്ടിടം നിർമ്മിക്കുക, ഉദ്ഘാടനം ചെയ്യുക, അത് ഉപയോഗശൂന്യമായിട്ട് ഇട്ടിട്ട് പോവുക. ജനങ്ങളുടെ നികുതി പണം 1 രൂപ പോലും നഷ്ടപ്പെടാതെ ജനങ്ങൾക്ക് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയം കൂടെ ഞാനിവർക്ക് കാണിച്ചു കൊടുക്കും. അഴിമതി എന്ന് പറഞ്ഞാൽ അടിമുടി അഴിമതി.
അതിൻ്റെ ഒരു ഭാഗമാണല്ലോ വെള്ളത്തിൻ്റെ മേലുള്ള ഇത് കെടുക്കുന്നത്, കടം കെടുക്കുന്നത്. ഓരോ പഞ്ചായത്തിലും ഉണ്ടെന്ന് ആലോചിക്കണം. 9 കോടി കടമാണ് മാള പഞ്ചായത്തിൽ, പുത്തൻചിറയിൽ 3 കോടിയാണെന്ന് തോന്നുന്നു, പൊയ്യയിൽ 4 കോടി, കുഴൂരിൽ 2.5 കോടി. ഇതെല്ലാം ഞങ്ങൾ 2020 ഭരിക്കുന്ന പഞ്ചായത്തിൽ 1 രൂപ കടമില്ല, 24 മണിക്കൂറും വെള്ളം കിട്ടുന്നു. ഇവിടെ 30 ദിവസത്തിൽ 1 പ്രാവശ്യം വെള്ളം കിട്ടിയാൽ നല്ലത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ വികസനം പോയിട്ട് സാധാരണ രീതിയിൽ മനുഷ്യനെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം പോലും ഇല്ലയെന്ന് ഓർക്കണം. പൊയ്യയിലെ ചക്ക ഫാക്ടറി, കുഴൂരിലെ കോഴിത്തീറ്റ ഫാക്ടറി അടഞ്ഞെടുക്കുന്നു. ഈ പറയുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എന്ത് ചെയ്തു ഇതുവരെ? ഞാൻ പോയിട്ടുള്ള കോളനികൾ, ഇപ്പോൾ മാളയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡൻ കുന്ന് കോളനി, നൈതക്കുടിയിലെ കോളനി, അന്നമനടിലെ ആലത്തൂരിലെ 1-ാം വാർഡ്, ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ എന്താ പറയുന്നത്, ടാർപ്പായുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഇങ്ങനത്തെ ഒരു വീട് 2020 ഭരിക്കുന്ന സ്ഥലങ്ങളിൽ കാണില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ജനങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഹൃദയം വേണം എന്നുള്ളൊരു പുതിയ രാഷ്ട്രീയം ഞാൻ ഇവരിൽ സംസാരിക്കുന്നു. വേറൊരുത്തിൻ്റെ ദുഃഖം കണ്ടാൽ അല്ലെങ്കിൽ അവൻ്റെ കണ്ണുനീര് കണ്ടാൽ അത് എൻ്റെ കുടുംബത്തിലാണ് എന്ന് തോന്നി അവരെ രക്ഷിക്കുന്ന രാഷ്ട്രീയമാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ ബന്ധുക്കളും സുഖമായിട്ട് ജീവിക്കണം എന്ന് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു പുതു രാഷ്ട്രീയം, അതാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലും ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കലാണല്ലോ തീർച്ചയായിട്ടും വേണ്ടത്. അല്ല, എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് ഇവിടുത്തെ സ്ഥിതി കണ്ടിട്ട്. എന്തിന് കൊച്ചു കുട്ടികൾ പോലും ഇവിടെ, ഞാനിപ്പോൾ മോളെ പരിചയപ്പെട്ടു, എനിക്ക് കൊച്ചുകുട്ടികളോട് തോന്നുന്നതിനേക്കാളും 1000 ഇരട്ടി സ്നേഹം അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളോട് തോന്നില്ലേ? എന്നിട്ടൊരു 18 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ഈ സർക്കാരിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇവരെ പറിച്ചു മാറ്റിയിട്ട് അതിന് വികസനം എന്ന് രാഷ്ട്രീയക്കാർ നിങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന ആ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ചിന്തിക്കണം. ഇവിടെ ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, എൻ്റെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവൻ്റെ കൈ പിടിച്ചിട്ട് മരിക്കുന്നവരെ ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്ന കാലം കൊണ്ടുവരണം. അതെൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ്, ഇവർ സംസാരിക്കാത്ത രാഷ്ട്രീയമാണ് ഞാൻ സംസാരിക്കുന്ന രാഷ്ട്രീയം. തീർച്ചയായും ഈ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. നന്ദി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊയ്യ, അന്നമനട, കുഴൂർ, വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തുകൾ UDF നേടി. പുത്തൻചിറ, മാള പഞ്ചായത്തുകളിൽ LDF വിജയിച്ചു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നേരിയ മുൻതൂക്കം LDFനാണ്. അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ പ്രവചനാതീതമാണ്. സീറ്റ് LDF നിലനിർത്തുമോ അതോ അട്ടിമറി പ്രതീക്ഷിക്കാമോ എന്നതാണ് ചോദ്യം. വീറും വാശിയിലുമാണ് കൊടുങ്ങല്ലൂരിൻ്റെ തിരഞ്ഞെടുപ്പ് പോരാട്ടം. തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലാണ് LDFിൻ്റെ വിജയപ്രതീക്ഷ. മൂടിക്കെട്ടിയ വികസനമെന്നാണ് UDFിൻ്റെ വിമർശനം. ആർക്കൊപ്പമാണ് വിജയമെന്ന് കാത്തിരുന്നു കാണാം.